പ്രിയമുള്ളവരെ, ഈരാറ്റുപേട്ട നഗരസഭയും പൗരാവലിയും ചേർന്ന് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ മഴക്കെടുതിയിൽ ഇവിടെ നമ്മൾ ആദ്യം ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചിരുന്നു. ആ കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ 4 ദിവസം മഴക്കെടുതിയിൽ പ്രയാസപ്പെടുന്നവർക്കെല്ലാം കൃത്യമായി ഭക്ഷണം എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അതിന് തൊട്ടു പിറ്റേ ദിവസം തന്നെ മഴക്കെടുതിയിൽ പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള വീട്ടുപകരണങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നഗരസഭയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഇവിടെ ഒരു കളക്ഷൻ പോയിന്റ് നമ്മൾ ആരംഭിച്ചിരുന്നു. ആ കളക്ഷൻ പോയിന്റിലൂടെ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ മഴക്കെടുതി ഉണ്ടായ ഏതാണ്ട് 10-15ഓളം വാർഡുകളിൽ നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കൃത്യമായ അർഹരായ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് ആ എല്ലാ വീടുകളിലും അത്യാവശ്യമായിട്ടുള്ള വീട്ടുപകരണങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് വിതരണം ചെയ്യുകയുണ്ടായി. ഇനിയിപ്പം നാളെയും നാളെ കഴിഞ്ഞും കൊണ്ട് കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് വിതരണം ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഈ ഒരു പുനരധിവാസം വളരെ മാതൃകാപരമായി നടന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നു മുതൽ നമ്മൾ ഈരാറ്റുപേട്ടയിലേക്കുള്ള ഈ വിഭവ ഇതിന്റെ കളക്ഷൻ നമ്മൾ ഇന്നു മുതൽ അവസാനിപ്പിക്കുകയാണ്. കാരണം ആവശ്യത്തിനുള്ള ഒരു സാധന സാമഗ്രികളൊക്കെ എല്ലാ വീടുകളിലും ആയിക്കഴിഞ്ഞു. ഇനി ഏതെങ്കിലും വീടുകളിൽ ആവശ്യമുണ്ട് എങ്കിൽ അതാത് വാർഡ് കൗൺസിലർമാരുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണോ അത് നമുക്ക് നൽകാൻ കഴിയും. ഇപ്പോൾ പലയിടത്തുനിന്നായിട്ട് ഇന്നലെയും ഇന്നുമൊക്കെയായി പല സാധനങ്ങൾ വരികയാണ്. ആ പല ഐറ്റംസ് വരുമ്പോഴത്തേക്കും അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു പ്രയാസപ്പെടുകയാണ്. കാരണം വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യേണ്ട വിഷയം എന്ന നിലയിൽ വരുന്ന ആളുകൾ ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രളയത്തെ ബാധിച്ച ആളുകൾക്ക് തരുന്ന ഒരു മെറ്റീരിയൽസ് ആയതുകൊണ്ട് അത് കൃത്യമായി എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുള്ള വീട്ടുകാർ ഈ പ്രദേശത്ത് 700-ലധികം വീടുകളിലുണ്ടെങ്കിൽ അവർ അതാത് വാർഡുകളിലെ കൗൺസിലർമാരുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ ഈ പൗരാവലി ബന്ധപ്പെട്ട ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ആളെന്ന നിലയിൽ കൗൺസിലർമാരുടെ കയ്യിൽ നിന്നും ആ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത് ആവശ്യക്കാർക്ക് കഴിയുന്ന തരത്തിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്നതായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേഷനിൽ സഹകരിച്ച എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച സന്നദ്ധ സംഘടനകൾ, റെസ്ക്യൂ ടീമുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഈ നാട്ടിലേക്ക് ഇതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന എല്ലാവർക്കും എല്ലാ നിലയിലുമുള്ള നന്ദിയും കടപ്പാടും ഈ ഈരാറ്റുപേട്ട പൗരാവലിക്ക് വേണ്ടിയും നഗരസഭയ്ക്ക് വേണ്ടിയും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്.